ഇതിപ്പോ പൊതിച്ചോറിന്റെ കാര്യത്തിൽ മാത്രമല്ലെന്നേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടന ഏതാ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. വർഷങ്ങളായി ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐ അതിന് ആരോഗ്യവകുപ്പ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. ആ അവാർഡ് എല്ലാ വർഷവും ഡിവൈഎഫ്ഐ അല്ലേ ഏറ്റുവാങ്ങുന്നത്. അപ്പോ ഇനി മുതൽ അതും വേണ്ട എന്ന് പറയുമോ? പൊതിച്ചോർ മാത്രമല്ല ഡിവൈഎഫ്ഐ കൊടുക്കുന്നത്. രക്തദാനം, നേത്രദാനം, പൊതിച്ചോറ്, ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം മറ്റത് മനസ്സിലാക്കി കാണില്ല. ഇനി നാളെ രക്തദാനം പാടില്ല എന്ന് പറയുമോ? നമുക്ക് അത്ഭുതപ്പെടണം. എന്തൊക്കെയാണ് വരാൻ പോകുന്നത് പറയാൻ കഴിയില്ല. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയ്ക്ക് ഒരിക്കൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടന ഡിവൈഎഫ്ഐ ആയിരുന്നു. ആ അവാർഡും ഏറ്റുവാങ്ങിയ സംഘടനയാണ് ഞങ്ങളുടേത്. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം, പൊതിച്ചോർ വിതരണം, രക്തദാനം, നേത്രദാനം എന്നു വേണ്ട എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐ മുൻപോട്ട് പോയത്. അതിന് സമൂഹം വലിയ അംഗീകാരം കൊടുക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം പിടിപ്പിച്ച കണ്ണടയിൽ കൂടി ഇത്തരം കാര്യങ്ങളെ കാണരുത്. വിശാലമായി ചിന്തിക്കാൻ ഭരണത്തിലിരിക്കുന്നവർ തയ്യാറാവണം എന്നാണ് പറയുന്നത്.